ഹാരി പോട്ടർ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ രസകരമാണ് അത് എഴുതിയ JK റൗളിങ്ങിന്റെ കഥ. ഹായ്, നമസ്കാരം. അസാധാരണമായ വെല്ലുവിളികൾ നേരിട്ടിട്ടും സ്വന്തം സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാത്ത ഒരു അമ്മയുടെ കഥയാണ് JK റൗളിങ്ങിന്റെ കഥ. പ്രശസ്തമായ ഹാരി പോട്ടർ കഥകൾ എഴുതിയ എഴുത്തുകാരി എന്ന നിലയിൽ ലോക പ്രശസ്തി ആർജിക്കുന്നതിന് മുമ്പ് വളരെ വ്യത്യസ്തമായ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരാളാണ് JK റൗളിംഗ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പരാജയപ്പെട്ട വ്യക്തി. 1990കളുടെ തുടക്കത്തിൽ സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലെ സിംഗിൾ മദറായിരുന്നവർ ഒരു ദരിദ്രയെ കൂടിയായിരുന്നു. സ്വന്തം കുട്ടിയെ എങ്ങനെ നോക്കും എന്ന ചിന്തയാൽ വിഷാദ രോഗത്തിന് അടിമപ്പെട്ട വ്യക്തി. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു കഥയുണ്ടായിരുന്നു. 1990 മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്ക് അവർ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് അവരുടെ മനസ്സിലേക്ക് പൊട്ടിപ്പുറപ്പെട്ട ഒരാശയം. പിന്നീട് ഹാരി പോട്ടർ എന്ന മാന്ത്രിക ലോകം എഴുതി പൂർത്തീകരിച്ചു. തൻ്റെ മകളെ ഉറക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും കെഫകളിൽ ഇരുന്ന് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന പുസ്തകം എഴുതിയത്. കയ്യെഴുത്ത് പ്രതി എഴുതി പൂർത്തീകരിച്ചപ്പോൾ അടുത്ത വെല്ലുവിളി ഒരു പ്രസാധകനെ കണ്ടെത്തുക എന്നതായിരുന്നു. ഒന്നും രണ്ടുമല്ല, 12ഓളം പ്രസാധകരാണ് തൻ്റെ കഥ മികച്ചതല്ല എന്ന് പറഞ്ഞ് നിരസിച്ചത്. നമുക്കറിയാം, ഒരു പരാജയപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിരസിക്കുക എന്നത് എത്രത്തോളം വേദനാജനകമാണ്. എന്നാൽ റൗളിംഗ് അവിടെയും പിന്തിരിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ലണ്ടനിലെ ഒരു ചെറിയ പ്രസാധകരായ ബ്ലൂസ്ബെറിയുടെ എഡിറ്ററുടെ കൊച്ചുമകൾ ഇത് വായിക്കുകയും പ്രസിദ്ധീകരിക്കാൻ അച്ഛനെ നിർബന്ധിക്കുകയും ചെയ്യുന്നത്. മനസ്സില്ലാ മനസ്സോടെ പ്രസിദ്ധീകരിക്കാമെന്ന് സമ്മതിക്കുമ്പോൾ ഒരു സ്ഥിര വരുമാനത്തിന് വേറെ ജോലി നോക്കിക്കൊള്ളുക എന്ന് ഉപദേശിക്കാൻ അദ്ദേഹം മറന്നില്ല. എന്നാൽ കിട്ടിയ അവസരം പോലും പരാജയപ്പെടും എന്ന മുന്നറിയിപ്പോടുകൂടെ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. പിന്നീട് നടന്നത് ചരിത്രം. 1997 ഒരു ചെറിയ പതിപ്പായി പ്രസിദ്ധീകരിച്ച ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ ബെസ്റ്റ് സെല്ലറായി മാറി. 600 ദശലക്ഷത്തിലധികം കോപ്പികൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം 80ഓളം ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. പിന്നീട് നമ്മൾ സിനിമാ രൂപത്തിലും ഇത് ആസ്വദിക്കുകയുണ്ടായി. ഈ JK റൗളിംഗ് എന്ന അമ്മയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വിജയത്തിന് മുന്നൊരുക്കമായി പരാജയത്തെ സ്വീകരിക്കുക എന്നതാണ്. മറ്റാരും നമ്മെ വിശ്വസിക്കാതിരിക്കുമ്പോഴും നമ്മൾ വിശ്വസിക്കുക. സ്ഥിര പരിശ്രമമാണ് യഥാർത്ഥ മായാജാലം. നന്ദി.